ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് മിഥുന മാസത്തിലെ ചോദ്യമാണ്. ജൂൺ 25 ഒരു വ്യാഴാഴ്ച. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് എൻ്റെ പിറന്നാളാണ്. ഇപ്പോൾ പിറന്നാൾ വിഷ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ കമൻറ്റ് ബോക്സിൽ വിഷ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷം കഴിഞ്ഞു, അടുത്ത വർഷത്തിലേക്ക് കടക്കുന്നു. പക്ഷേ ഒന്ന് ഭഗവാനെ കണ്ടിട്ട് വരാം. എൻ്റെ നാട്ടിൽ തന്നെയുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോവാം. റോഡ് വഴി പോവുകയാണെങ്കിൽ കുറച്ച് വളഞ്ഞ് പോകണം. നമുക്ക് ഇതാണ് എളുപ്പം. കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് പോവാം. അല്ല, വീഡിയോൻ്റെ തംബ്നെയിലിൽ പൂഴിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്താ നിൻ്റെ നാട്ടിലുള്ള അമ്പലം കാണിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്കൊക്കെ ഞാൻ വരാം കേട്ടോ. ആദ്യം വാസുദേവരത്ത് പോയിട്ട് ഭഗവാനെ ഒന്ന് തൊഴുതിട്ട് വരാം. അപ്പോൾ അങ്ങനെ അമ്പലത്തിലെത്തിയേ. സമയം ഇപ്പോൾ രാവിലെ 7:15. അവിടെ അകത്ത് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്തരൊക്കെ എല്ലാവരും ഉള്ളിലുണ്ട്. നമുക്ക് വേഗം പോയിട്ടൊന്ന് തൊഴുതിട്ട് വരാം. തൊഴുതിറങ്ങി പ്രസാദവും കിട്ടി. അമ്പലത്തിൽ കുറച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് മഴയൊന്നുമില്ല. ഇന്നലെ ഈ സമയത്ത് നല്ല മഴയായിരുന്നു. ഇനി കുറച്ച് സമയം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. നല്ല വലിയൊരു ആൽമരമുണ്ട് അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് തന്നെ. എനിക്ക് ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ തോന്നും. ഏതോ ഒരു സിനിമയിൽ നമ്മുടെ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, ആക്ച്വലി വളരെയധികം പോസിറ്റീവ് എനർജി തരുന്ന ഒരു മരമാണ് ആൽമരം എന്ന്. സത്യം പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. ഇത്ര അധികം ഓക്സിജൻ കിട്ടുന്നതുകൊണ്ടോ എന്താണെന്നറിയില്ല, ആൽമരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് സമയം ഒന്ന് പോയി നിൽക്കുക. അത് പകൽ സമയത്ത് കേട്ടോ. രാത്രി സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അയ്യരുകളിയായിരിക്കും. പകൽ സമയത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ഒരു ഉഷാറ് കിട്ടും. ആ ഉഷാറ് മതി നമുക്കൊരു ദിവസം അങ്ങോട്ട് മുന്നോട്ട് പോവാൻ. അമ്പലക്കുളത്തിൽ നല്ല തെളിഞ്ഞ വെള്ളം. എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഞാൻ മുമ്പൊരു ബ്ലോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വടുവാമന ക്ഷേത്രമാണ്. അതായത് ഭഗവാന്റെ അവതാരങ്ങളിലൊന്നായിട്ടുള്ള വാമനമൂർത്തിയില്ലേ, വാമനമൂർത്തിയുടെ കുറച്ച് അപൂർവമായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു വാസുദേവപുരം ക്ഷേത്രം. നാടിൻ്റെ പേര് തന്നെ ഈ ഒരു ക്ഷേത്രം കാരണമായിരുന്നു കേട്ടോ ആദ്യം വന്നത്. അതായത് വടുവാമനകുറിശി എന്നായിരുന്നു. അത് പിന്നീട് വാടാനാംകുറിശി ആയി മാറിയതാണ്. അപ്പോൾ അതായത് നമ്മുടെ നാട് തന്നെ ഈ ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ആയിട്ടായിരിക്കും ഉണ്ടാവുക പഴയ കാലത്തെ കാര്യങ്ങൾ. അല്പം ഹോണ്ടഡ് ആയിട്ടുള്ളൊരു പ്ലേസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ളൊരു മന. പക്ഷെ ഇപ്പോൾ അവിടെ ആരും താമസമൊന്നുമില്ല, കുട്ടിക്കിടക്കുവാണ്. വാടനാംകുറിശ്ശിയിലെ ദേശമംഗലം മനക്കാരുടെ പഴയ തറവാടാണ്. വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു മനോഹരമായ കാഴ്ച കണ്ടു. പൂമ്പാറ്റ തേൻ കുടിക്കുന്ന കാഴ്ച ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പൂമ്പാറ്റ പറന്നു പോകും. അപ്പോൾ ഇന്ന് ഒരു അമ്പലത്തിലും കൂടി പോകണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നമ്മളിതുവരെ പോവാത്തൊരമ്പലമാണ് ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം. ക്ഷേത്രത്തിന് കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ പോകാൻ പറ്റിയിട്ടില്ല. എന്നാൽ പിന്നെ അങ്ങോട്ട് പോവാം. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്ററാണ് ഒറ്റപ്പാലത്തേക്കുള്ള ദൂരം. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഏതാണ്ട് 1/2 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ഒളപ്പമണ്ണ ദേവസ്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെമ്പൈപുരി പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം. വള്ളുവനാടിൻ്റെ ഗുരുവായൂർ എന്നും ഈ ഒരു ക്ഷേത്രത്തിന് പേരുണ്ട്. മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ജന്മദിനമായ അഷ്ടമി രോഹിണിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം.
ഗുരുവായൂരപ്പൻ്റെ പ്രിയ ഭക്തരിൽ ഒരാളായിരുന്ന സംഗീതജ്ഞൻ ശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ 1974 ഒക്ടോബർ 16 തൻ്റെ 78-ാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. അതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ കച്ചേരി നടത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവസാനമായി കച്ചേരി നടത്തിയ ക്ഷേത്രം ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ചെമ്പൈ സ്മൃതി മണ്ഡപമുണ്ട്. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞർ ഈ ഒരു ചെമ്പൈ സ്മൃതി മണ്ഡപത്തിൽ കച്ചേരി ആലപിച്ചിട്ടുണ്ട്. അഷ്ടമി രോഹിണിക്ക് പുറമെ ഏകാദശിയും അതുപോലെ 30 വ്യാഴാഴ്ചയും ഇവിടെ ഒരു പ്രത്യേക ദിവസങ്ങളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നാലമ്പലത്തിനകത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തൂണിലായിട്ട് കൊത്തിവെച്ചിരിക്കുന്ന വെളുത്ത നിറത്തിലുള്ള ശില്പങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദേവീ ദേവന്മാരുടെയൊക്കെ അല്ലേ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്താൻ പറ്റിയിരുന്നെങ്കിലോ എന്ന്. പക്ഷേ നമുക്ക് അങ്ങോട്ടൊന്നും ഫോണോ അല്ലെങ്കിൽ ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഈ ഒരു അമ്പലത്തിൽ വന്നപ്പോൾ ആ ഒരു വിഷമം മാറി. ഈ ഒറ്റപ്പാലം പൂഴിക്കുന്ന് ക്ഷേത്രത്തിലും അതുപോലെയുള്ള വെളുത്ത നിറത്തിലുള്ള ശില്പങ്ങൾ കാണാൻ സാധിച്ചു. ഈ ക്ഷേത്രത്തിന് മുന്നിലും ഒരു വൃക്ഷരാജൻ, അതായത് ആൽമരം കാണാൻ സാധിക്കുന്നുണ്ട്. ആൽ പ്രദക്ഷിണ മന്ത്രം എഴുതിയിട്ടുണ്ട് ഇവിടെ. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപീണേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായതേ നമ. അങ്ങനെ 7 പ്രദക്ഷിണം ചെയ്യണം. വൈകുന്നേരങ്ങളിൽ പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് നല്ല ഭംഗിയുള്ള മ്യൂറൽ പെയിൻറ്റിങ്സ് കാണാൻ സാധിച്ചു. നല്ല കഴിവ് വേണമല്ലോ ഇതൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ വരയ്ക്കാനൊക്കെ ആയിട്ട്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഇവിടുന്ന് കിട്ടിയത്. എന്നാൽ പിന്നെ വീട്ടിലേക്ക് പോയാലോ. നല്ലൊരു അമ്പലമല്ലേ, ഞാൻ ഇതുവരെ പോവാത്ത അമ്പലമാണ്. എന്നാലും മുമ്പൊക്കെ എപ്പോഴോ പോയ ഒരു ഫീൽ കിട്ടി അവിടെ ചെന്നപ്പോൾ. പിന്നെ ഞാൻ ഈ അടുത്ത് ശ്രീകൃഷ്ണപുരത്തൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ടോ. അന്ന് വ്ളോഗ് എടുത്തില്ല, അന്ന് എന്തോ വ്ളോഗ് എടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായില്ല. ബട്ട് ഞാൻ ഇതുവരെ പോയത് വളരെ ഭംഗിയുള്ളൊരു ക്ഷേത്രമായിരുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരുപാട് അങ്ങനത്തെ അമ്പലങ്ങളുണ്ട്. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വഴി മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അന്ന് ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം എല്ലാ വീഡിയോസിലും ഈ മസാല ദോശ, നെയ് റോസ്റ്റ്, പൂരി മസാല അതൊക്കെ തന്നെ കാണിച്ച് എനിക്ക് തന്നെ കുറച്ച് അതിനോട് മടുത്തു തുടങ്ങി. കാരണം മിക്കതിലും ഈ ദോശ ഐറ്റംസ് ഉണ്ടാവും, എല്ലാ വ്ളോഗ് എടുത്താലും എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും അല്ലേ. ഞാൻ അങ്ങനെയാണ്, എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ഈ അമ്പലങ്ങൾ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ വ്ളോഗ്. പക്ഷേ അത് മാത്രമായാലും നിങ്ങൾക്കൊക്കെ കുറച്ച് ബോറടിക്കുമെന്ന് എനിക്കറിയാം. ഒന്ന് മാറ്റിപ്പിടിക്കാൻ ഞാൻ ശ്രമിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങി. മറ്റെങ്ങോട്ടുമല്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വീട്ടിലെ ആവശ്യത്തിന്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്കും ഹൈപ്പും കമൻറ്റൊക്കെ തന്ന് ഈ കൊച്ചു ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ കേട്ടോ.